അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. മോളെ അങ്കിളെ അങ്കിളും ആന്റി ഇന്നലെ പ്രതിഭയെ കാണാൻ വീട്ടിൽ പോയിരുന്നു അല്ലേ? ശ്യാമേട്ടൻ വന്നപ്പോ പറഞ്ഞു ആന്റി അങ്കിൾ എവിടെയുണ്ടെന്ന്. ഇന്നലെ ഇവിടെ വന്നപ്പോ സുശീലയെ കാണാൻ പറ്റിയില്ലല്ലോ. എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് വെച്ചു. അമ്മ മയക്കാണോ സോനെ? ഞങ്ങള് വന്നത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇത്രയും ദിവസത്തെ വിദഗ്ധ ചികിത്സ കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ പ്രഭേ? ശക്തിയുള്ള മരുന്ന് കഴിച്ചതിന്റെ ക്ഷീണം ഉണ്ടാവും. അങ്കിള് ഇരിക്കേ, ഞാൻ വിളിക്കാം. അമ്മേ അമ്മേ, സുദിനങ്ങളും ആന്റിയും വന്നിട്ടുണ്ട്. ഓ, നിങ്ങളുടെ സംസാരമായിരുന്നോ ചെവിയിൽ വന്ന് മുഴങ്ങിയത്? നല്ലൊരു മയക്കത്തിലായിരുന്നു. സുശീലേച്ചിക്ക് ക്ഷീണമുണ്ടെങ്കിൽ മയങ്ങിക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അതെ മോളെ സോനെ, നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ. സുശീലയുടെ അടുത്ത് ഞങ്ങൾ നിന്നോളാം. സാധാരണ എല്ലാവരും മകന്റെ ഭാര്യ വീട്ടുകാരെയാണോ സുധാ ഹോസ്പിറ്റലിൽ നിർത്തുന്നേ? എനിക്കൊരു മരുമകളുണ്ടല്ലോ, നിങ്ങളുടെ രണ്ടുപേരുടെയും പുന്നാരമകൾ പ്രതിഭ. അമ്മായിമയെ വില വെക്കാത്തതിൽ അവളൊരു പ്രതിഭ തന്നെയാണെന്ന് അവള് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുവാണല്ലോ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? പ്രതിഭ അമ്മയോട് എന്ത് ചെയ്തുന്നാ? എടി, ഞാൻ ഇത്രയും ദിവസം ഇവിടെ കടന്നിട്ടും ഒരിക്കൽ പോലും പ്രതിഭ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അയ്യോ, ഞാൻ അങ്ങനെയാണോ അമ്മയോട് പറഞ്ഞേ? വീട്ടിലെ കാര്യങ്ങളും ശ്യാമമോളെ നോക്കേണ്ടത് കൊണ്ട് പ്രതിഭയ്ക്ക് ഒരിക്കൽ പോലും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതോ അത് തന്നെയാടി. വേണമെങ്കിലേ ചക്ക വേരിന്റെ മുകളിലും കായ്ക്കും. അവക്ക് എന്നെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ തിരക്കും അവക്ക് മാറ്റി വെക്കാൻ പറ്റും. എന്റെ സുശീലെ, അതിനിവിടെ വന്ന നിന്നെ ഒന്ന് കാണാൻ പറ്റണ്ടേ? ഞങ്ങള് തന്നെ ഇന്നലെ വന്ന് 1-2 മണിക്കൂർ ഇവിടെ ചുമ്മാതിരുന്ന് തിരിച്ചങ്ങ് പോയി. എന്നിട്ടിപ്പോ നിങ്ങൾ വീണ്ടും വന്നില്ലേ? അതെന്തുകൊണ്ടാ? മുറയും മര്യാദയും അറിയാവുന്നതുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ മകൾക്ക് ഇതൊന്നും അറിയില്ല. ഇനി അറിയാത്തതോ എന്നോട് ഇനി അങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ടാണോ ഒന്നും അറിയില്ല. എന്തായാലും മൂത്ത മരുമകളെക്കാൾ ഭയങ്കരിയാണ് ഇളയ മരുമകളെന്ന് പറയാതെ വയ്യ. എന്റെ സുശീലെ, പ്രതിഭ മോളെ കുറിച്ച് നീ ഇങ്ങനെയൊന്നും പറയല്ലേ. നീയും സോനയും വീട്ടിലില്ലാത്ത കുറവ് അറിയിക്കാതെയാ എന്റെ മോള് നിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നേ. അതെ സുശീലേച്ചി, ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം അവിടെ താമസിച്ചപ്പോ കണ്ടതാ അവളുടെ അധ്വാനവും ആത്മാർത്ഥതയും. എന്റെ മോളായതുകൊണ്ട് പറയല്ല, പ്രതിഭ മോളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും. ഐശ്വര്യം ഒന്നും ഉണ്ടായില്ലെങ്കിലും അനർത്ഥങ്ങൾ വരുത്തി വെക്കാതിരുന്നാ മതി. കയ്യിലിരുന്ന സ്വർണ്ണവള കളഞ്ഞിട്ട് എന്നെ കള്ളിയാക്കിയവളല്ലേ നിങ്ങളുടെ മോള്? അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മയും ഞാനും ഒന്നും കള്ളിയാവാതിരിക്കാൻ വേണ്ടിയാ നഷ്ടപ്പെട്ട് സ്വർണ്ണവള പോലെ വേറൊരെണ്ണം സുധനങ്ങൾ പ്രതിഭയുടെ കയ്യിൽ കൊടുത്തു വിട്ടത്. അതെ സുശീല, അത് ആ വള തന്നെ. അങ്ങനെ കരുതിക്കോ സുശീലെ, അപ്പൊ പിന്നെ ആരും ആരെയും അങ്ങനെയൊന്നും സംശയിക്കില്ലല്ലോ. എന്നാലും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടും സുശീലേച്ചി ഇതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുകയാണല്ലേ? എന്റെ മോളോട് കുറച്ചെങ്കിലും ഒരു സ്നേഹം കാണിച്ചൂടെ സുശീലേച്ചി? ഇനി നിനക്ക് നിന്റെ മരുമകളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല സുശീലെ. കാരണം അവളിലൂടെ നിന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാല് പറക്കാൻ പോവാ. അതെ സുശീലേച്ചി, പ്രതിഭ മോൾക്ക് വിശേഷമുണ്ട്. സത്യാണ് നിങ്ങളീ പറയുന്നത്? കള്ളം പറയേണ്ട കാര്യമാണോ മോളെ ഇതൊക്കെ? പ്രതിഭ മോളെ ഞങ്ങളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരാൻ ഇറങ്ങിയതാ. അപ്പോഴാ മോൾക്കൊരു തലകറക്കോ ഓക്കാനോ ഒക്കെ. അതെ, ഞാൻ അവളോട് ഡേറ്റും മറ്റും ചോദിച്ച് കണക്ക് കൂട്ടിയപ്പോഴേ കാര്യം അത് തന്നെയാണെന്ന് മനസ്സിലായി. അതെ, കണക്ക് കൂട്ടലുകളെല്ലാം ശരിയാവണമെന്നില്ല പ്രഭേ. അവള് ടെസ്റ്റ് ഒന്നും നടത്തിയില്ലല്ലോ. അത് അവര് പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റ് വാങ്ങി പരിശോധിച്ച് നോക്കിക്കോളാന്ന് പറഞ്ഞു സുശീലേ. അതൊക്കെ ഇപ്പോ വീട്ടിൽ വെച്ച് തന്നെ നോക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ. അതിനൊന്നും ഒരു ഉറപ്പുമില്ല സുധാ.
ഒരു ഗൈനക്കോളജിനെ കണ്ട് പരിശോധിച്ച് കൺഫേം ചെയ്യണം, എന്നിട്ട് ഉറപ്പിച്ചാ മതി. ഓ, അതിനു മുമ്പ് മോക്ക് വിശേഷമുണ്ടെന്ന് നാട് മുഴുവൻ കൊട്ടി ഘോഷിക്കണ്ട. കുഞ്ഞിക്കാല് പറക്കാൻ പോകുന്നത്രേ. വന്നു കയറി വീട്ടിൽ എങ്ങനെ നിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ ഇതുവരെ പഠിച്ചിട്ടില്ല. അതിനു മുമ്പ് അമ്മയാവാൻ നോക്കുക. അതെ, ആദ്യം നല്ല ഭാര്യയും മരുമകളും ആവട്ടെ, എന്നിട്ട് മതി അമ്മയാവുന്നൊക്കെ.